തനാറേ, നിന്റെ ഒറ്റ വാക്കിലാണ് ഞാനിത് റെഡിയാക്കി തന്നത്. എന്നോട് നീ മറ്റേ പണി കാണിക്കരുത്. വിക്രമാട്ടാ, നിങ്ങൾക്ക് ഞാൻ ബ്രോക്കർ ഫീസ് 1,00,000 തരാനുള്ളത്. 30,000 ഞാൻ തന്നു, ബാക്കി ഞാൻ തന്നിരിക്കും. എന്ത് തന്നിരിക്കുമെന്ന്? കല്യാണം കഴിഞ്ഞ് അതിന് പിറ്റേന്ന് തരാന്ന് പറഞ്ഞ ഇപ്പൊ പിറ്റേന്നായേ. ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നോടിച്ചാൾക്കാൻ ഷാജി നീ അധികം നോടിച്ചാക്കണ്ട, എനിക്ക് വെറുതെ അല്ല പെണ്ണ് കിട്ടാത്ത. നീ എന്തിനു വന്നിരി? എന്ത് കാര്യോ? നീ ആര്? എന്തിനു വന്നിനാ? അതെന്താ സാധനോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? അതെ, നമ്മളെ വീട്ടിലെ മോട്ടർ കംപ്ലൈന്റ് ആയി. അത് നന്നാക്കാനുള്ള ആളെയും നോക്കി വന്നല്ലേ. ചേട്ടാ, മോട്ടർ ആര് ശരിയാക്കൂ? താനാറ് ശരിയാക്കൂ. ആര് തനാറ്? താനാറ് നിന്റെ കെട്ടിയവൻ. എന്റെ ചേട്ടൻ മോട്ടറൊന്നും നന്നാക്കില്ല, അവർ വലിയ കോൺട്രാക്ടർ. നീ കോൺട്രാക്റ്റുകാരനല്ലാന്ന് എനിക്ക് നന്നായി അറിയാം. നീ വെറും ഇലക്ട്രീഷ്യൻ. ഞാൻ അവരോട് നീ വലിയ കോൺട്രാക്റ്റുകാരനാന്ന് കള്ളവും പറഞ്ഞു. നീ ഈ നാട്ടിലെ സത്യശീലനല്ല, വെറും തനാർ. ഈ തനാറല്ലടാ, തറയാം തറ. അതെടാ, ഞാൻ പറയാം. വിക്രമ, നിനക്കാക്കാൻ പറ്റുമെന്ന് നീ ആക്ക്, നിനക്ക് വാങ്ങാൻ പറ്റുമെന്ന് നീ വാങ്ങും. കോൺട്രാക്ടറാ ഓനാ? നമ്മളെ വീട്ടിലെ കക്കൂസിന്റെ പൈപ്പ് ഇടാൻ വന്ന ഇലക്ട്രീഷ്യൻ പ്ലംബറാന്ന് പോയി. എടാ തനാറെ, നീടെ പോയി. നീ എടാ, നീ തനാറേന്ന് വിളിക്കല്ല. എടാ സുര, നീ എന്തിനാടാ വന്നിന്? എൻ്റെ വീട്ടിലെ മോട്ടർ കംപ്ലൈന്റ് ആയി, അത് നന്നാക്കാൻ പറയാൻ വേണ്ടി വന്നല്ലേ ഞാൻ. എടാ നീ വിട്ടോ, ഞാൻ വന്നോളാം. പോട്ടെ. എടാ നീ പോന്നില്ലേ? അവന്റെ ഒരു മോട്ടർ. എൻ്റെ അപ്പ, കർണാടകയിൽ കട്ടണ്ടേനു. നീ എന്നെ പറ്റിച്ചല്ലേ? എന്റെ പേര് തനാറെന്നല്ലേ? പറ്റി. നിർത്തി. ഒന്ന് നിർത്തടി.
നീ കള്ളു കുടിക്കില്ല പറഞ്ഞിട്ട് കള്ളു കുടിക്കില്ല നാട്ടുകാർ പറഞ്ഞു വഞ്ചക ഇവർക്ക് ഭ്രാന്താണേ